ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ലച്ചുവിൻ്റെ കല്യാണത്തലേന്നാണ്, സംഗീത് നൈറ്റാണ്, പുടവ കൊടുക്കൽ ഡേ ആണ്. ഇതാ അപ്പൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വി കട്ടൊക്കെ കണ്ടോ നിങ്ങൾ? കണ്ടോ വി? ഇതൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളും പയ്യെ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇതാ എൻ്റെ മെഹന്തി കണ്ടില്ലേ, നല്ല പോലെ കളറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ലച്ചു അത്യാവശ്യം ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണേ. ലച്ചുവിൻ്റെ ഫ്രണ്ട്സിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പുറത്തേക്ക് റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ചേച്ചി ഭയങ്കര ഡാൻസ് പ്രാക്ടീസ്. ഞങ്ങൾക്ക് നാളെ ഒരു ഡാൻസ് ഉണ്ട് മാരേജിന് കളിക്കാൻ. അങ്ങനെ ഇതാ പയ്യെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇത് ലച്ചുവിൻ്റെ ഫ്രണ്ട്സാണേ. അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ ശിവയുടെയും ശിവാനിയുടെയും ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ രാജീവേട്ടൻ അതും കൂടെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ്, ട്വിൻസാണ് കേട്ടോ. ലച്ചുവിൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഇതാണ് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും വലിയ നുളപ്പൻ എന്ന് പറയണത്. അമ്മുവിൻ്റെ മോനാണ്. അങ്ങനെ എല്ലാവരും വന്നു, വലിയ ആഘോഷമൊക്കെ ആയി നടക്കുകയാണ് അവിടെ. എല്ലാവരും വന്ന് വീട്ടിൽ നല്ല ബഹളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ റെഡ് കളർ കുർത്തിട്ടിരിക്കുന്നതാണ് ലച്ചുവിൻ്റെ മാമൻ, ഞങ്ങളുടെ മൂത്ത ചേട്ടൻ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നിത്തുമൊക്കെ വന്നു. കുറേ നാൾ ശേഷം നിത്തുവിനെ കണ്ട ഒരു സന്തോഷത്തിലായിരുന്നു നല്ല വൈബുള്ള കുറച്ച് പിള്ളേരാണ് ലച്ചുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആകെ രണ്ടുപേരെ മാത്രമേ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി കൂടുതൽ അറിയുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ ആ സമയത്ത് അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ ഫാമിലിയോട് കൂടിയിട്ട് ഭയങ്കര സിങ്കായി പോകാൻ പറ്റുന്ന കുറച്ച് പിള്ളേരായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ഡാൻസൊക്കെ ഒന്ന് മാറ്റി വെച്ചു. ചെക്കൻ്റെ വീട്ടുകാരാണ് ഈ വരുന്നത്. ഈ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടതാണ് ചെക്കൻ്റെ പെങ്ങൾ, ആദിത്യ എന്നാണ് പേര്. അപ്പോൾ നമുക്കൊരു പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ മാരേജ് ഇവിടെ ആയതുകൊണ്ടിട്ട് അവരൊരു ഹോം സ്റ്റേ എടുത്ത് ഇവിടെയാണ് നിൽക്കുന്നത് തലേ ദിവസം. അപ്പോൾ ഇതാണ് ലച്ചുവിൻ്റെ കല്യാണ സാരി. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് തലേ ദിവസം ഈ ഒരു മുല്ലപ്പൂവും സാരിയൊക്കെ കൊടുക്കേണ്ട ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഇതാണ് ലച്ചുവിൻ്റെ മാരേജിന് വേണ്ടിയിട്ടുള്ള സാരി. അപ്പോൾ അമ്മ കൊണ്ടുവന്ന് നിലവിളക്ക് വെച്ചു. ഇതാണ് നമ്മുടെ ആദിയുടെ സിസ്റ്റർ. അപ്പോൾ നാത്തൂനാണ് ലച്ചുവിന് പുടവ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു.
പിന്നെ ഇവരുടെ കുറച്ച് കലാപരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് കഴിഞ്ഞിതാ ഒരു ചടങ്ങ് കൂടിയുണ്ട്. വിളക്ക് കണ്ടപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കൊച്ചു പതുക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പായി ആണെന്ന് ആൾ വിചാരിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതാ ഊതിക്കെടുത്താൻ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് ഇതാണ്. ലച്ചു നാളെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മുതിർന്നവരുടെയൊക്കെ അനുഗ്രഹം ഇന്ന് രാത്രി തന്നെ അവൾ മേടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവളുടെ അമ്മൂമ്മമാർ, പിന്നെ അപ്പൂപ്പന്മാർ, പിന്നെ ചിറ്റമാർ, അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുകയാണ് ലച്ചു. അങ്ങനെ നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു കൺമണി വിട പറഞ്ഞു പോവും. വിട പറഞ്ഞു പോകുന്നല്ല, അവൾ വരും. എന്നാലും പക്ഷേ എന്തോ ഒരു വല്ലാത്തൊരു സങ്കടം അത് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവണം, ഒരാൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടികൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടിട്ട് എല്ലാവരും ടാറ്റാ ബൈ പറഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞങ്ങളും ഇറങ്ങി. ഓക്കെ, അപ്പോൾ നാളെ കല്യാണ വിശേഷമായിട്ട് വരാം. ബൈ.